അനിൽ നാഗേന്ദ്രൻ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ആദ്യം പോലെ തന്നെ ഒരുപാട് സമയം കണ്ടെത്തി ഒരുപാട് പണം ചെലവഴിച്ച് പി കൃഷ്ണപിള്ളയെ അദ്ദേഹത്തിൻ്റെ ജീവിതവും ആയി ബന്ധപ്പെട്ട ഒരു സിനിമ ആദ്യം മലയാളത്തിൽ ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്ന രൂപത്തിലേക്ക് ഇപ്പോൾ തമിഴിൽ വീരവണക്കം എന്ന് പറയുന്ന പേർക്ക് അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നാൽ പി കൃഷ്ണപിള്ളയെക്കുറിച്ചാണ് എന്നുള്ളതാണ്. പി കൃഷ്ണപിള്ളയെ പോലെ അദ്ദേഹത്തെ ഒരു അത്ഭുത മനുഷ്യനെന്നോ ധീരവിപ്ലവകാരി ഇതിനേക്കാളൊക്കെ ഉപരി മനുഷ്യനെ വല്ലാതെ ആകർഷിച്ച, മനുഷ്യരെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകാരിയാണ്. വൈക്കത്താണല്ലോ ജനിച്ചത്. 1906 ജനാണ്. 48 ആഗസ്റ്റ് 19 ഈ മണ്ണിൽ വെച്ചിട്ടാണ് സപ്തദർശനം വെച്ച് അദ്ദേഹം പിരിയുന്നത്. 42 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. 48 വർഷം, 42 വർഷം. ആ 42 വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. 13-14 വയസ്സിൽ അച്ഛനും 14 വയസ്സിൽ അമ്മയും മരിച്ചു. പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയി. അങ്ങനെയാണ് വൈക്കത്തുനിന്ന് ആലപ്പുഴയിലേക്ക് വരുന്നത്. അദ്ദേഹം 10 മക്കൾ ഉണ്ടായിരുന്നത്. അതിൽ 2-3 പേരെ വെച്ച് ബാക്കിയെല്ലാം നേരത്തെ മരിച്ചു. അതിലൊരു സഹോദരിയായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്ന ഗൗരിയമ്മ. ആ ഗൗരിയമ്മയുടെ കീഴിലേക്ക് വരികയും അവിടെ നിന്നുകൊണ്ടാണ് കയർ ഫാക്ടറിയിൽ പണിയെടുത്തു. അധിക നാൾ അവിടെ നിന്നില്ല. 5ാം ക്ലാസ് ആയപ്പോഴേ പഠിത്തം നിർത്തിയിരുന്നു. പിന്നീടാണ് അദ്ദേഹം വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നു. മറ്റ് പ്രദേശങ്ങളിൽ പോകുന്നു. ഹിന്ദി പഠിക്കുന്നു. ഹിന്ദി പ്രചാരസഭ, അതുമായി ബന്ധപ്പെട്ട പഠനം. അതിലെ പരീക്ഷ പാസ്സായി കഴിഞ്ഞിട്ടാണ് വന്ന് തൃപ്പൂണിത്തുറയിൽ ഹിന്ദി അധ്യാപകനായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോൾ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം നടക്കാം. 18 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് സവർണ മേധാവിത്വം ഉറഞ്ഞു തുള്ളി നിൽക്കുന്നൊരു സന്ദർഭമാണ്. അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൂടിയാണ് അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനമായി മാറുകയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി എല്ലാം മുന്നോട്ട് വെച്ച നിരാഹാര സമരവും ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട യാത്രകൾ, കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് കുറുക്കൽ സമരം, ആ സമരത്തിലാണല്ലോ ചരിത്രപ്രസിദ്ധമായ സമരത്തിലാണ് പി കൃഷ്ണപിള്ളയെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രിവർണ്ണ പതാക പിടിച്ചെടുക്കാൻ വേണ്ടി
പോലീസ് ഭയങ്കരമായ രൂപത്തിൽ ആക്രമിക്കപ്പെടുമ്പോഴും അവരെല്ലാം ശ്രമിച്ചിട്ടും ആ പതാക അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷമാണ് പതാക കയ്യിൽ മാറ്റുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹം വലിയ വിപ്ലവകാരി എന്ന രൂപത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു. ജയിലിൽ പോകുന്നു. ജയിലിൽ വെച്ച് EMS, AKG ഒക്കെ കാണുന്നു. EMS പറയുന്നുള്ള ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഘാടകൻ P. കൃഷ്ണപിള്ള. പിന്നെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും അതിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാകുന്നു. അങ്ങനെ പ്രവർത്തകനായിരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിപ്ലവം നടത്തണമെങ്കിൽ തൊഴിലാളികളും സംഘടിക്കണം, തൊഴിലാളി വർഗം സംഘടിക്കണം. അവരുടെയൊക്കെ നേതൃത്വം നടക്കുന്ന പോരാട്ടങ്ങളിലൂടെ മാത്രമേ ഈ സാമ്രാജ്യത്തിനും കൊളോണിയൽ വാഴ്ചയ്ക്കും മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടമായി ഈ പോരാട്ടം വളരണമെങ്കിൽ തൊഴിലാളികൾ സംഘടിക്കണം. ആ ഒരു ബോധത്തിലേക്ക് എത്തുന്നു. എന്നുവെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് ഇന്ത്യ കേരളത്തിൽ മുഴുവൻ നടന്ന് തൊഴിലാളികളെ, കൃഷിക്കാരെ, ഇവരെല്ലാം സംഘടിപ്പിക്കാനായിട്ട് ബോധം നടത്തുന്നത്. കാന്തത്തിൻ്റെ ശക്തിയാണ് ഇതല്ലോ. കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആകർഷിക്കപ്പെടും, ആരെയും ആകർഷിക്കപ്പെടും. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് ഒരുപാട് പേരുണ്ട്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളെ അദ്ദേഹം കൊണ്ടുവന്നു, കേരളത്തിലെമ്പാടും നടന്നു. VS കണ്ടെത്തുന്നത് P. കൃഷ്ണപിള്ളയാണ്. ആസ്പിൻബാൾ കമ്പനിയിലെ യോഗത്തിൽ പങ്കെടുക്കാൻ വരുമ്പോഴാണ് VS കണ്ടെത്തുന്നത്. ആ VS കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നത് കുട്ടനാട്. ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ കേരളയും കാണുക, കണ്ടെത്തി അവർ ചുമല വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. 37 കോഴിക്കോട് 4 സഹാക്കൾ P. കൃഷ്ണപിള്ളയും NC ശേഖറും K. ദേവമാധവനും EMS 4 പേരും കൂടെ ചേർന്നിട്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് കേരളത്തിൽ. അതിൻ്റെ കൺവീനർ P. കൃഷ്ണപിള്ള. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ 39 അതിവിപുലമായ രൂപത്തിലേക്കുള്ള തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും മലബാറിലും ഒക്കെയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം വിളിച്ചു ചേർത്ത് ഈ 3 പ്രദേശങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. അതിൻ്റെ സെക്രട്ടറി P. കൃഷ്ണപിള്ള. ആദ്യത്തെ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സെക്രട്ടറി P. കൃഷ്ണപിള്ള. അങ്ങനെ സെക്രട്ടറി ആയിരുന്നുകൊണ്ടാണ് പിന്നെ തുടർ പ്രവർത്തനം. അപ്പോഴാണ് നമ്മുടെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ തൊഴിലാളികൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വളർന്നു വന്ന തൊഴിലാളികൾ അവർ പിന്നെ ട്രേഡ് യൂണിയനിലേക്ക് വരുന്നു. 22 തൊഴിലാളികളുടെ സമരവും പണിമുടക്ക് സമരവും, അതിനെ തുടർന്ന് തൊഴിലാളികളുണ്ടായിട്ടുള്ള ആവേശം, സോവിയറ്റ് റഷ്യയിലെ ഗവൺമെൻറ്റിൻ്റെ വരവ്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ പിന്നെ വലിയ രൂപത്തിൽ സംഘടിക്കാൻ തുടങ്ങി. നമ്മുടെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ നിരവധി ട്രേഡ് യൂണിയനുണ്ടായി. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഉണ്ടായത് നമ്മുടെ പ്രദേശത്താണ്. തെങ്ങേറ്റ തൊഴിലാളി, കർഷക തൊഴിലാളി, അതുപോലെ മത്സ്യത്തൊഴിലാളി, കർഷക തൊഴിലാളികൾ, കന്നിട്ട തൊഴിലാളികൾ, കയർ ഫാക്ടറി തൊഴിലാളികൾ, ഇങ്ങനെ എല്ലാ വിഭാഗം തൊഴിലാളികളും സംഘടിക്കുകയാണ്. അവരെല്ലാം ട്രേഡ് യൂണിയനിലേക്ക് വരികയാണ്. അപ്പോഴാണ് P. കൃഷ്ണപിള്ള വീണ്ടും ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടാണ് ഇവരെല്ലാം ഈ തൊഴിലാളി സംഘടനയുടെ ആൾക്കാരെ എല്ലാം വിളിക്കുന്നതും അവർക്ക് രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നതും തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തോടൊപ്പം രാഷ്ട്രീയ മുദ്രാവാക്യം സ്വതന്ത്ര തിരുവിതാംകൂർ സർ CP മുന്നോട്ട് വെച്ച പാടില്ല, പ്രായപൂർത്തി വോട്ടവകാശം വേണം, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം, അറബിക്കടൽ പാടില്ല, ഈ മുദ്രാവാക്യം തൊഴിലാളികൾ വയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പണിമുടക്ക് സമരങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അടിച്ചമർത്തൽ വന്നപ്പോഴാണ് ക്യാമ്പുകൾ
തൊഴിലാളികളുടെ ക്യാമ്പുകൾ തുടങ്ങും. ആ ക്യാമ്പുകളിൽ എക്സ് സർവീസുകാരെ കൊണ്ടുവരുന്നതും എക്സ് സർവീസുകാരെ കൊണ്ടുവന്ന് തൊഴിലാളികൾക്ക് തോക്കുമായി വെടിവെക്കാൻ വരുന്ന പട്ടാളക്കാരനെ പോലീസുകാരനെ എങ്ങനെ നേരിടണം എന്ന പരിശീലനം കൊടുക്കുന്നു. അതൊക്കെ നേരിട്ട് ശ്രീകൃഷ്ണപിള്ള ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായും കായികമായും ഒക്കെ സജ്ജമാക്കുകയാണ് തൊഴിലാളികൾ. അങ്ങനെ സജ്ജമാക്കിക്കൊണ്ടാണ് അവസാനം കൊടിയ അടിച്ചമർത്തൽ വന്ന സന്ദർഭത്തിലാണ് പിന്നെ നേരിടാൻ തീരുമാനിക്കുന്നതും പുന്നപ്പുറയിലെ വെടിവെപ്പും പിന്നെ നടന്നിട്ടുള്ള നമ്മുടെ മാരാരിക്കുളത്തെ വെടിവെപ്പും അതുപോലെ വയലാറിലെ വെടിവെപ്പും അതിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന ഒരു സംഭവം. യഥാർത്ഥത്തിൽ ആ പുന്നപ്പുറ വയലാർ സമരത്തിൻ്റെ ഊർജവും അതിൻ്റെ എല്ലാ രാഷ്ട്രീയവും അതിൻ്റെ എല്ലാവിധമായ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള തൊഴിലാളികളെ സജ്ജമാക്കുന്ന പ്രവർത്തനവും എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ആൾ സഹ പി കൃഷ്ണപിള്ളയാണ്. സഹ പി കൃഷ്ണപിള്ളയെ പോലുള്ള ഒരാൾ അന്ന് വന്നുകയും ഈ തൊഴിലാളികൾ ഈ രാഷ്ട്രീയ ബോധം പകർന്നു കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സമരം തന്നെ നടക്കുമായിരുന്നില്ല. അത് പട്ടാളക്കാരൻ തോക്കുമായി വരുമ്പോഴത്തേക്ക് എഴഞ്ഞെഴഞ്ഞ് പോയി ഊർത്ത് മെനുക്കി അലക് വാരിക്കുന്തം കുറ്റി മലർത്തുക, അതിനുള്ള പരിശീലനം കൊടുക്കുന്നു. കൃത്യമായി നടന്നു. പുന്നപ്പുറയിൽ വേലായുധൻ നാടാനെന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ ക്രൂരമായ രൂപത്തിലേക്ക് വെടിവെപ്പ് ഇങ്ങനെ ചറപറാന്ന് നടത്തുമ്പോൾ വാരിക്കുന്നം കയറ്റുകയാണ്. കൊന്നു, താഴെ വീണു, അയാളെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. എത്ര പോലീസുകാർ മരിച്ചു വീണു, കുറേ തൊഴിലാളികൾ മരിച്ചു വീണു. അവരെല്ലാം കൂടെയാണ് കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ചൂടുകാട്ടിലിട്ട് തീ കത്തിച്ചു. അപ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ചരിത്രത്തിൽ ഭാഗമാണല്ലോ. AKU എല്ലാം കൂടെ ചേർന്ന് നടക്കുമ്പോൾ ആ സമരത്തിലാണ് പോകുന്നത്. അവിടെ പോകേണ്ട എന്താ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറുന്നതിന് കൃഷ്ണപിള്ളയ്ക്ക് യാതൊരുവിധ വിലക്കുമില്ല, കയറാം. പക്ഷേ മറ്റു ഒരുപാട് പേർക്ക് കയറാൻ പറ്റുന്നില്ല. അവർണരായിട്ടുള്ളവർക്ക് ആർക്കും അവിടെ പരിസരത്ത് ചെല്ലാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ പോയി ധൈര്യപൂർവ്വം മണിയടിക്കുന്നത്. മണിയടിക്കുമ്പോഴാണ് പുറത്ത് ഇവർ വന്നടിക്കുമ്പോൾ പറയുന്ന പ്രസ്തുതമായ വാചകം കൃഷ്ണപിള്ളയുടേത്. നല്ല ചുറുചുറുക്കുള്ള നായർ മണിയടിക്കും, മറ്റേ നായർ പുറത്തടിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം. അത്രയ്ക്ക് ധീരനായ ധൈര്യശാലിയായ കമ്മ്യൂണിസ്റ്റായിരുന്നു. വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമാണിത്. സഖാവ് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് വളരെ കൃത്യമായി ഹൃദ്യമായി ചുരുക്കി സഖാവ് ആർ നാസർ പറയുകയുണ്ടായി. ഇനി അതിലേക്ക് ഞാൻ കടക്കേണ്ടതില്ല. ഈ മണ്ണ് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു മണ്ണാണ്. ഞാൻ എപ്പോഴും പറയും, സഖാവ് പി കൃഷ്ണപിള്ള ലോക വിപ്ലവകാരികളിൽ വളരെ വ്യത്യസ്തനും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ പലരിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരാളുമാണ് എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. കാരണം തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, അങ്ങനെ ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട ഒരു മണ്ണിനെ വളരെ വേഗം മാറ്റിയെടുത്തതിൽ നവോത്ഥാന പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതിൻ്റെ തുടർച്ചയായി വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പിന്നീട് സോഷ്യലിസ്റ്റ് കോൺഗ്രസ്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി മാറിയ സഖാവ് പി കൃഷ്ണപിള്ള, EMS, AKG അടക്കമുള്ള TV അച്യുതമേനോൻ അടക്കമുള്ള നിരവധി നേതാക്കളുടെ ഭൂമികയാണിത്. അങ്ങനെ ഒരു ചരിത്രം ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. ഇങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഒരു നാടിനെ, ഒരു സമൂഹത്തെ മാറ്റിമറിച്ച് ലോകത്തിലെ ഏറ്റവും ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമന ചിന്തയുടെ ഏറ്റവും വലിയൊരു ഈറ്റില്ലമാക്കി മാറ്റി EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റിനെ 57 കൊണ്ടുവന്ന് സ്ഥാപിച്ചതിൻ്റെ അടിത്തറയിട്ട സഖാവ് പി കൃഷ്ണപിള്ള. അദ്ദേഹം എത്രയോ കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ നെഹ്റു മിനിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററാകാമായിരുന്ന മനുഷ്യനാണ്. ഈ പട്ടിണിപ്പാവങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാൻ, അവരോടൊപ്പം യാതനകളും ക്രൂരമായ മർദ്ദനങ്ങളും
അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവർ കൊടുക്കുന്ന വളരെ ദരിദ്രമായ സാഹചര്യത്തിലെ ഭക്ഷണങ്ങളും മറ്റും കഴിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം, അതിൻ്റെ ഒരു ചരിത്രം അവസാനിച്ച ഒരിടത്തു നിന്നാണ്. ഈ വീരവണക്കം എന്ന ചരിത്രം പറയുന്ന സിനിമ തന്നെ ഇവിടെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. മേദിനി ചേച്ചിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന. തമിഴ്നാട്ടിലേക്കാണ് ഈ സിനിമ തൽക്കാലം പോകുന്നതെങ്കിലും അത് ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലേക്കും പടരുന്ന തരത്തിലേക്ക് ആവേശകരമായ രീതിയിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ സിനിമ കണ്ടത് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സായ റെഡ് ജയൻറ്റ് ആണ്, കമ്പനിയാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു. അത് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ, അവരുടെ ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പാണ്. അവർ സിനിമ കണ്ട ഉടനെ തന്നെ അവരത് വളരെ അഭിനന്ദനം നൽകിക്കൊണ്ട് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവരാണ് ഡിസ്ട്രിബ്യൂട്ട്. 29-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. കേരളത്തിലും 29-ന് തന്നെയാണ് വരുന്നത്. കേരളത്തിൽ എത്ര തിയേറ്ററുകളുണ്ടെന്നുള്ളത് 2-3 ദിവസത്തിനുള്ളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ആ സിനിമ സഖാവ് P. കൃഷ്ണപിള്ളയുടെ ജീവിത കഥയുടെ, പോരാട്ട കഥയുടെ ഒരു നേർചിത്രമാണ്. ആ ചലച്ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതിൽ സമുദ്രക്കനി, ഭരത്, റിതേഷ്, ഇവിടെ ഇരിപ്പുണ്ട് റിതേഷ്, ഇവർ 3 പേരാണ് നായകന്മാർ. പക്ഷേ ഇതിലെ യഥാർത്ഥ നായികയായിട്ട് മേദിനി ചേച്ചിയാണ് ചിത്രത്തിനെ ഒരു നട്ടലോടുകൂടി കൊണ്ടുപോകുന്നത്. കാരണം തമിഴ്നാടിൻ്റെ കഥയാണ് സിനിമ. അവിടെ ഇപ്പോഴും ജാതി വിവേചനങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്ന് അവിടുത്തെ കുറേ ദരിദ്രരായ, എന്നും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന, അവഗണിക്കപ്പെടുന്ന കുറേ മനുഷ്യരെ കൂട്ടി ഉൽപ്പതിഷ്ണുവായ ഒരു കഥാപാത്രം കേരളത്തിൽ വരുന്നു. അയാളുടെ മുത്തച്ഛനും P. കൃഷ്ണപിള്ളയുമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് ചിരിത എന്ന് പറയുന്ന അമ്മയായിട്ട് പരിചയമുണ്ട്. ആ ചിരിതയുടെ വേഷം ചെയ്യുന്നത്, 97 വയസ്സുള്ള ചിരിതയുടെ വേഷം ചെയ്തത് മേദിനി ചേച്ചിയാണ്. ആ കഥാപാത്രത്തിലേക്ക് അവിടുത്തെ തമിഴ്നാട് ഗ്രാമത്തിലെ കുറേ മനുഷ്യരെത്തുന്നു. അവരോട് ഈ ചിരിത എന്ന് പറയുന്ന അമ്മ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, കേരളത്തിലെ പോരാട്ട കഥകൾ. വസന്തത്തിൻ്റെ കനൽ വഴികളിലെ കുറേ ഭാഗങ്ങൾ ഈ സിനിമയിലും തമിഴിലൂടെ കാണിക്കുന്നുണ്ട്. അതിൽ കൃഷ്ണപിള്ളയുടെ കുടുംബജീവിതം, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. പലർക്കും, തമിഴ്നാട്ടിലുള്ളവർക്ക് പോലും അതറിയില്ല. തങ്കമ്മയുടെ വേഷം ചെയ്ത ഐഷിക ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഈ ചരിത്രത്തിലെ ഈ മണ്ണിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയുള്ള ഒരു ഭരത്തിൻ്റെ കഥാപാത്രം ഇവിടെ വരുമ്പോൾ മേദിനി ചേച്ചിയാണ് കേരളത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ ആവേശത്തോടു കൂടിയാണ് അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മാധ്യമങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായൊരു കാര്യം, ഈ 2 സംസ്ഥാനങ്ങളുടെയും സഹോദരത്വത്തെ, ഈ 2 സംസ്ഥാനങ്ങൾ ഒരുതായി മക്കളാണ് എന്നുള്ളൊരു വൈകാരികമായ ഒരടുപ്പം, ഇഴയടുപ്പം ഉണ്ടാക്കിയ സിനിമയാണിത്. ഇതാണ് തമിഴ്നാട്ടിൽ ഏറ്റവും നമുക്ക് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരവേൽപ്പായി ഞാൻ കാണുന്നത്. അങ്ങനെ കേരളത്തിലെ P. കൃഷ്ണപിള്ള ചരിത്രം തമിഴ്നാട് ഏറ്റെടുക്കാൻ പോകുന്ന ഈ 29-ാം തീയതി, അതിനു മുമ്പായി ഞങ്ങളിവിടെ വന്ന് സഖാവിനൊരു വീരവണക്കം നൽകണമെന്ന് എല്ലാവരും കൂട്ടായി ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ സിനിമ പ്രവർത്തകരെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആണെന്നൊന്നും എനിക്ക് ആണെന്നില്ല. പക്ഷേ എല്ലാവർക്കും ഈ സിനിമയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ സഖാവ് P. കൃഷ്ണപിള്ളയോട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് എല്ലാവരും അങ്ങ് അടുത്തു. ആ മണ്ണ് കാണാൻ എല്ലാവരും കൊതിച്ചു. അങ്ങനെ പലരും ചെന്നൈയിൽ നിന്നാണ് വന്നത്, പലരും വളരെ ദൂരെ നിന്നാണ് വരുന്നത്. കണ്ണൂരിൽ നിന്നാണ് ഐശുക വരുന്നത്. പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചുരുക്കി പറയാം. മേദിനി ചേച്ചിയുടെ കഥാപാത്രം ചിരിത, ഭരത്തും സമുദ്രക്കനിയുമാണ്. സമുദ്രക്കനിക്ക് ഇത്തിരി ശാരീരിക ആവശ്യതകളുകൊണ്ട് മാത്രമാണ് അദ്ദേഹം, ഇല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ഇവിടെ വന്നതാണ്. മേദിനി ചേച്ചിയോടൊപ്പം ഇവിടെ പുഷ്പാർച്ചന ചെയ്ത ആളാണ്. അത്രയും വൈകാരികമായിട്ടാണ് അദ്ദേഹം. ഈ കട്ടിലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പാമ്പ് കടിച്ച മരിച്ച രംഗം ഇതേ ചിത്രീകരിച്ചത്. അന്ന് CK ഭാസ്കറിൻ്റെ ചുമതല, അദ്ദേഹം ആ കട്ടിലൊക്കെ വിട്ടു തന്ന് നമ്മൾ അതിലാണ് കൃഷ്ണപിള്ളയുടെ അന്ത്യരംഗം അന്ന് ആദ്യം എടുത്തത്. അത് വീണ്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ഥലത്ത് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഇപ്പം പ്രധാന നടന്മാർ 3 പേരിൽ ഒരാളാണ് റിതേഷ്. അതുപോലെ തന്നെ ഐഷിക ആണ് തങ്കമ്മയായിട്ട് അഭിനയിക്കുന്നത്. അരിസ്റ്റോ സുരേഷ് ആദ്യമായിട്ട് തമിഴിൽ അഭിനയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ കഥാപാത്രത്തിന് തമിഴിൽ ഇപ്പോൾ വലിയ സ്വീകാര്യതയും അഭിനന്ദനവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അരിസ്റ്റോ സുരേഷ്. ഒപ്പം കോബ്ര രാജേഷ്, കോബ്ര രാജേഷ് ആലപ്പുഴക്കാരനാണ്. കോബ്ര രാജേഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വേഷത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടെ ആദർശിൻ്റെ കഥാപാത്രമാണ് തമിഴിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ദുരഭിമാന കൊലകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അത് വലിയൊരു വളരെ ദയനീയമായൊരു ചരിത്രം. അതിൻ്റെ ഒരു തിരുത്തൽ ദ്രാവിഡ പാരമ്പര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മേദിനി ചേച്ചിയുടെ കഥാപാത്രം നടത്തുന്നുണ്ട്. ആദർശ് ആണ് അതിലെ ഒരു ദളിത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന, ഒരു പഠിച്ച് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന, PGക്ക് ഗോൾഡ് മെഡൽ നേടിയ ഒരു പയ്യന് പോലും, ഒരു വിദ്യാഭ്യാസം ചെയ്ത ഒരാളിന് പോലും അവിടെ ഒരു
കിട്ടുന്ന വിഷമകരമായ സാഹചര്യത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ആദർശ് അതിനകത്തൊരു യുവ നായകൻ്റെ ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇതിനകത്ത് നിരവധി ജോസഫ് വിൽസൺ അവിടെ വെളിയിലിരിക്കുകയാണ്. ജോസഫ് വിൽസൺ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള മിമിക്രി താരമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ 8 തവണ 1ാം സ്ഥാനം നേടിയിട്ടുള്ള അദ്ദേഹം ജോസഫ് വിൽസൺ ഇതിനകത്ത് നിരവധി പേർ ഇവിടെ വെളിയിരിപ്പുണ്ട്. KPR ഗോപാലിൻ്റെ വേഷം ഇട്ട TM അജയകുമാർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം നമ്മുടെ ശങ്കരനാരായണൻ തമ്പിയുടെ ഒരു പേരക്കുട്ടിയാണ്. അപ്പോൾ ഈ നിരവധി പേർ അവിടെയും ഇരിപ്പുണ്ട്. എൻ്റെ ഈ ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്നതിൽ ശ്രീ CJ കുട്ടപ്പൻ സാറിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ടത്, അത് നാസർ സാബ് പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ സിനിമയിലെ ടൈറ്റിൽ ഗാനം നിങ്ങൾ അല്പം മുമ്പ് കേട്ട TM സൗന്ദരരാജൻ്റെ മകനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ വീരവണക്കമാണ്. TM സൗന്ദരരാജൻ പിന്നെ ദക്ഷിണേന്ത്യയിലെ ഒരു ലെജൻഡറി സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യമായിട്ട് പാടുന്നത് ഈ സിനിമയിലാണ്, വീരവണക്കത്തിലാണ്. ആ പാട്ട് സംഗീതം ചെയ്തത് CJ കുട്ടപ്പനാണ്. അദ്ദേഹം തന്നെ ഇതിനകത്ത് ചിത്രത്തിൽ പാടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ശ്രീ RK രാംദാസ്, വസന്തത്തിൻ്റെ കനൽ വഴികളിൽ ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത പാട്ട് പാടിയ വളരെ ശ്രദ്ധേയനായിട്ടുള്ള പിന്നണി ഗായകനാണ് ശ്രീ RK രാംദാസ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഒപ്പം നമ്മുടെ ഗായകർ കരിപ്പാട് സതീഷ് അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള സംഗീതജ്ഞനും ഗായകനുമാണ്. അങ്ങനെ നിരവധി പേർ എൻ്റെ പെട്ടെന്നുള്ള ദൃഷ്ടിയിൽ പതിയുന്നവരാണ്. പിന്നെ എൻ്റെ സഹസംവിധായകർ, അസോസിയേറ്റ് ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. 2 സഹസംവിധായകർ എൻ്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, എബിയും നമ്മുടെ സുധീഷ് കീച്ചേരിയും. ഇങ്ങനെ നിരവധി പേർ ഇവിടെ നിറഞ്ഞ് ഞങ്ങളെല്ലാവരും വന്നത് ഈ സഖാവിനൊരു വീരവണക്കം അർപ്പിച്ചുകൊണ്ട് ഈ ചിത്രം തിയേറ്ററിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഞങ്ങൾ പുഷ്പാർച്ചന ചെയ്തതോടുകൂടി തന്നെ ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം പൂർത്തിയായി. ഇനി പ്രധാനമായിട്ട് ഇവിടെ നടക്കേണ്ട കാര്യം മേദിനി ചേച്ചിയും കുട്ടവച്ചേട്ടനും അതുപോലെ തന്നെ RK രാംദാസും സതീഷും ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗാനങ്ങളാണ്. അതിവിടെ നിരവധി പേർ അല്ലാതെ തന്നെ ഗായിക അടക്കം ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം ചേർന്ന് സംഗീതം അതാണ് സഖാവിനെ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗാനപരിപാടികളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിരുന്നു. പി കൃഷ്ണപിള്ളയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കൃഷ്ണപിള്ളയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞങ്ങളന്ന് ആലപ്പുഴയിലെ പിന്നെ ആറാട്ടുപുഴയിൽ പുത്തമ്പരയ്ക്കൽ വാടകയ്ക്ക് താമസിക്കാം. അപ്പോൾ അതിൻ്റെ 16 വർഷം സഹാക്കളൊക്കെ യൂണിയിലിരിക്കും. അപ്പോൾ എൻ്റെ സഹോദരൻ ബാവ സ്വാതന്ത്ര്യ സേനാനിയാണ്. പറഞ്ഞു, നീ 4 മണിയാകുമ്പോൾ ഒരാളിങ്ങനെ കൈകൊണ്ട് വിളിക്കും, അങ്ങോട്ട് ചെല്ലണം. അദ്ദേഹം തരുന്ന ഒരു കെട്ട് പുസ്തകമുണ്ട്, അത് വാങ്ങിക്കണം, പോരണം. അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് എനിക്ക് 12 വയസ്സേ ഉള്ളൂ. അന്ന് ബംഗാൾ ക്ഷാമമുള്ള കാലമാണ്. ഞാൻ ചെന്ന് 4 മണിയാകാൻ ഞാൻ കാത്തിരുന്നു. ആരാണ് ഈ വലിയ ആളെന്ന് എനിക്കറിയില്ല. ജിയിൽ കുറേ സഹാക്കൾ വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞാൻ ചെന്നു, പാളി തുറന്ന് ഇങ്ങനെ വിളിച്ചു. ഞാൻ ചെന്നു. ഒരു കെട്ട് പുസ്തകമുണ്ട്, EMSൻ്റെ 1.25 കോടി മലയാളികൾ, നിരോധിച്ച പുസ്തകമാണ്. ആ പുസ്തകം കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ബ്രദർ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് കൈമാറ്റം ചെയ്യണമെങ്കിൽ ഈ സഹാക്കൊക്കെ കൊടുത്തതിന് ശേഷം കൃഷ്ണപിള്ള കൊണ്ട് വന്ന് വെച്ചിരിക്കുകയാണ്. ആ കെട്ട് കൊടുക്കണം, പലവാസം ചേട്ടൻ്റെ വീട്ടിൽ അരക്കാരുടെ വീട്ടിൽ കൂടെ കൊടുക്കണമെന്ന്. ഇതൊക്കെ എൻ്റെ ഓർമ്മയിലല്ല. അന്ന് ഞാൻ കൃഷ്ണപിള്ളയെ സുന്ദരൻ്റെ സുമുഖനായ ഒരാൾ. പിന്നെ എൻ്റെ അടുത്ത ഓർമ്മയെന്ന് പറയുന്നത്, അവിടെ ഞാൻ കണ്ട പുത്തൻപുരയ്ക്കൽ വീട്ടിൽ നിന്ന് മുഹമ്മേ വന്നു. ഏതാണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിൽ സഖാവിൻ്റെ പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ അത് കൃഷ്ണപിള്ളയാണോ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി യൂണിയൻ ഓഫീസിൽ. എന്തൊരു ജനാവലിയായിരുന്നു, എന്തായിരുന്നു. നേരത്തെ കൃഷ്ണപിള്ളയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് അങ്ങനെ കൃഷ്ണപിള്ളയെ അങ്ങനെ പറയാനറിയില്ല. ഇപ്പോൾ നാസർ സാഹിബിൻ്റെ എല്ലാം പറഞ്ഞു. എങ്ങനെ ഒരു സഖാവെന്നുള്ള വാക്കിൻ്റെ അർത്ഥം, സഖാവെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കില്ല ഒന്ന്. അത് കർഷകത്തൊഴിലാളി, ജാതി ഭേദം, മതനെ ഇല്ലായ്മക്കാരൻ്റെ ജീവിതത്തിൽ അങ്ങനെ പകർത്തിയ ഒരുപാട് സഹാക്കൾക്ക് നമുക്കുണ്ട്. ആ പാത തുടർന്നവരെ ഒന്നും ഞാൻ വിസ്മരിച്ചിട്ട് പറയുന്നില്ല. എനിക്കൊരുപാട് ബഹുമാനമുള്ള ഒരുപാട് സഹാക്കൾ കൊണ്ടുപോയി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും. ഇപ്പോൾ ചേർത്ത് പറയട്ടെ, ഈ സന്ദർഭത്തിൽ VS ഉണ്ടായിരുന്നെങ്കിൽ VSൻ്റെ മനസ്സിൽ ഈ സിനിമ ഒരു വല്ലാത്ത പ്രകാശം നടത്തുമായിരുന്നു. കാരണം ആ ഒരു ലെവലിലേക്ക് VS പോയി താഴേക്ക് വന്നു. എത്രയോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നേതാക്കന്മാരുടെയൊക്കെ തടലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇന്നും എനിക്ക് ചങ്കൂറ്റം ഉള്ളത് സത്യത്തിൻ്റെ കൂടെയാണ്, ഞാൻ നീതിയുടെ കൂടെയാണ്. ജാതി മതചിന്തകരീതമായി എൻ്റെ വീട്ടിൽ ഞാൻ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ട്. അവിടെ ജാതി എനിക്ക് ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഷാർമോണി അച്ചേട്ടൻ ചെയ്തതുപോലെ തന്നെ ക്രിസ്ത്യാനി പെണ്ണെ കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന് ത്രേസ്യാമയെ മീനയാക്കി. കാരണം മീന മേദിനി എന്ന്
വരാൻ. അതിന് CK ഭാസ്കർ സാറൊക്കെ പറയുമായിരുന്നു, ഉള്ള നല്ല 10 പാർട്ടീസാണ്, പേര് മാറ്റിയ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ജാതിയില്ലാത്ത ST വിഭാഗത്തിലെ ആളുകൾ, എല്ലാ വിഭാഗങ്ങളിലെ ആളുകളെയും മതപരമായിട്ടപ്പോൾ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകണം എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും സഖാവിൻ്റെ പാത, കൃഷ്ണപിള്ളയുടെ വാക്കുകൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു നമുക്കൊരു സ്വത്താണ് നമ്മുടെ ജീവിതത്തിൽ. അത് മറക്കാനൊക്കെ ആ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും ഈ സിനിമയും ഈ സിനിമയുടെ പാട്ടുകളും ഒക്കെ നമുക്കൊരു പുതിയ വെളിച്ചം വരാൻ, തമിഴാണെന്ന് നോക്കണ്ട, കൊഞ്ചം തമിഴ് പേശുന്നത് അങ്ങനെ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തമിഴൊന്നും അറിയില്ല, എന്നെ പഠിപ്പിച്ചൊക്കെ തന്നതാണ്. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആത്മധൈര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് പ്രസൻറ്റേഷൻ വന്നില്ലെങ്കിൽ ഞാനങ്ങോട്ട് എനിക്കാവുന്ന പോലെ പറയും. തെറ്റിയാലും ശരിയായാലും അത് ശരിയാകും എന്നൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈ പടം കാണാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരു കലയിലൂടെ ഒരു രാഷ്ട്രീയമാണ് സത്യത്തിൻ്റെ നമ്മുടെ പ്രസ്ഥാനം. ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും തുടങ്ങിയത് ഇവിടുന്ന്, തിരുവിതാംകൂറിൽ നിന്ന്. എനിക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊക്കെ അറിയാം, നേരമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രാജവാഴ്ചയ്ക്കെതിരെ, ദിവാൻ ഭരണത്തിനെതിരെ, പ്രായപൂർത്തിയോട്ടാശ ഉൾപ്പെടെയുള്ള എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മാറുമറക്കാനുള്ള സമരം, ഇതൊക്കെ സമരങ്ങളാണ് നടത്തിയത്. സ്ത്രീകളുടെ സമരം, കാളിക്കുട്ടി ആശാട്ടി, ഹരിദാസ്, ഞാനിങ്ങനെ പേര് പറഞ്ഞു, പുസ്തകം അനസ്വിയ. അതുകൂടെ പറഞ്ഞു നിർത്താതെ, എന്നേക്കാൾ മുൻപ് ഉയരും ഞാൻ, നാടാകം പടരും ഞാൻ, ഒരു പുത്തൻ ഉണർവേ കൊണ്ടുയരും വീണ്ടും എന്ന് മൈക്കില്ലാഞ്ഞ കാലത്ത് തൊണ്ട കയറിപ്പാടിയ പ്രിയപ്പെട്ട അൻസിയ ഇന്നാളാണ് മരിച്ചത്. അൻസിയുടെ മക്കളൊക്കെ ഇപ്പൊക്കെ ഞാൻ വരാറുണ്ട്, കാണാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അങ്ങനെ എത്രയോ ആളുകൾ. അതുകൊണ്ട് അവരെയൊക്കെ ഓർത്തുകൊണ്ടാണ്. അല്ല, മേദിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു വലിയ പ്രസ്ഥാനം എൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ട അനിൽ എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കൂടെ തിരുവനന്തപുരത്തും ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ്, അവിടെ ഇങ്ങനെ പോവുക. മാസക്കണക്ക് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. പക്ഷേ അത് സ്വത്താണ് എനിക്ക്. കേരളത്തിലെ 14 ജില്ലകളിലെയും എല്ലാ സഹാക്കൾ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറ് കാണിക്കുന്നു. മുഴുവൻ സഹാക്കളും എന്നെ വിളിക്കും. വിളിച്ചിട്ട് എങ്ങനെ ആരോഗ്യമുണ്ടോ, സുഖമായിരിക്കുന്നു എന്നൊക്കെ. അത് തന്നെ എൻ്റെ സ്വത്ത്.